നിലമ്പൂരിലെ ഇലക്ഷൻ പ്രചാരണം ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ നടക്കുന്ന പ്രചാരണം ഒരു വർഗീയമാവുന്നു എന്നുള്ളൊരു തോന്നലുണ്ടോ സാറിന്? തീർച്ചയായിട്ടും നിലമ്പൂരിലെ പ്രചരണം എന്നെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം ഒന്ന്, ഏറ്റവും ആദ്യം കോൺഗ്രസ് ഉയർത്തിക്കാണിച്ച ഒരു പരാമർശം ശിവലിക്ക് ഓർമ്മയുണ്ടാവും. അത് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള മലപ്പുറം പരാമർശമാണ്. ആ മലപ്പുറം പരാമർശം ഹിന്ദു എന്ന് പറയുന്ന ഒരു പത്രത്തിൽ അഭിമുഖമായി വന്നു എന്നുള്ളത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ആ പത്രത്തിന് തെറ്റുപറ്റിയതാണെന്നും ഞങ്ങൾക്ക് മറ്റൊരു ഏജൻസി എഴുതി തന്നാണെന്നും പറയുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാമല്ലോ. കാരണം മുഖ്യമന്ത്രി അതിനെ ഓൺ ചെയ്തില്ല. ആ മുഖ്യമന്ത്രി അതിനോർത്ത് അന്വേഷണം നടത്തുകയോ ആ ഏജൻസിക്കെതിരെ നടപടിയെടുക്കുകയോ ഒന്നും ചെയ്തില്ല, അല്ലെങ്കിൽ പരാതിയുമായി പോയില്ല, അതൊക്കെ വേറൊരു വിഷയമാണ്. പക്ഷെ എന്തായാലും മുഖ്യമന്ത്രി ഓൺ ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ ആ ഓൺ ചെയ്യാത്തൊരു കാര്യം, മലപ്പുറം പരാമർശം പോലൊരു കാര്യമാണ് കോൺഗ്രസ് ആദ്യം അവിടെ അജണ്ടയാക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതിന് തൊട്ട് മുമ്പ് നമുക്കറിയാം അവിടുത്തെ അജണ്ട തെരഞ്ഞെടുപ്പിൽ എന്ത് ചർച്ച ചെയ്യണമെന്ന് തീരുമാനിച്ചിരുന്ന മുഴുവൻ PV അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു. അപ്പോൾ അതിനുശേഷം മലപ്പുറം പരാമർശമാണ്. ഈ മലപ്പുറം പരാമർശം തന്നെ അത്രത്തോളം ഒന്നും ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് കണ്ടതിന് ശേഷം പിന്നീട് നമുക്കറിയാലോ അവിടെ പെൻഷന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഇപ്പോൾ വന്നേക്കണത് എന്താ, PDPയും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിലുമൊക്കെ തന്നെ ഒരു വർഗീയ സ്വഭാവമുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അല്ലെങ്കിൽ ഒരു മതരാഷ്ട്രം ഉന്നയിക്കുന്ന ഒരു സംഘടനയെ തന്നെ VD സതീശൻ പറയുന്നത് അവരിപ്പോൾ മതരാഷ്ട്രവാദമൊന്നും ഉന്നയിക്കുന്നില്ല എന്നുള്ള ലെവലിലൊക്കെയാണ്. അപ്പം അത്തരത്തിൽ കോൺഗ്രസ് അതിദാരുണമായി അജണ്ട സെറ്റ് ചെയ്തതിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്യന്തം വർഗീയമായിട്ടുള്ള പ്രചാരണങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു മഹാസഭ CPMന് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇത് ഒറിജിനൽ ഹിന്ദു മഹാസഭയല്ല എന്നുള്ള ചില വാദങ്ങളുമായിട്ടൊക്കെ ചിലർ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇവരൊക്കെ ആരാണെന്ന് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അറിയാൻ പാടില്ല. അപ്പോൾ ഇത്തരത്തിൽ അങ്ങേയറ്റം ഒരു വർഗീയമായിട്ടുള്ള പ്രചരണവും വർഗീയമായിട്ടുള്ള കൂട്ടുകെട്ടുകളും കൊണ്ട് താൽക്കാലികമായി ഇലക്ഷൻ ജയിക്കാമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് തന്നെ ഓർമ്മിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമുക്ക് കേരളത്തിനൊക്കെ അത്ര പരിചിതമല്ലാത്ത ഉത്തരേന്ത്യയിലൊക്കെ നടന്നിട്ടുള്ള പല ഇലക്ഷനുകളിലും ഇത്തരത്തിലുള്ള ഒരു പ്രചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം. പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യ വിട്ടാൽ അപ്പുറത്തേക്കൊക്കെ തന്നെ ഇങ്ങനെയുള്ള ഒരു പ്രചരണമാണ്. അപ്പോൾ അത് സൗത്ത് ഇന്ത്യയിൽ പോലും മറ്റു ചില സംസ്ഥാനങ്ങളിലൊക്കെ നടന്നപ്പോഴും അത് കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ടായില്ല. കേരളത്തിലേക്ക് പോലും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിലേറ്റവും സങ്കടകരമായ കാര്യം. അവിടുത്തെ മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തെ സ്പർശിക്കുന്ന ഒരു കാര്യവും ഏറ്റെടുക്കാൻ കോൺഗ്രസിനോ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക CPMന് എന്തോ പറ്റുന്നുണ്ട്. നല്ല അങ്ങനെയല്ല. CPMും ഭരണപക്ഷവും എപ്പോഴും അങ്ങനെ ആകരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മളിപ്പോൾ കേന്ദ്രത്തിൽ BJP ഭരിക്കുമ്പോൾ BJP അയോധ്യ ചർച്ച ചെയ്യണം, പകരം എടുത്ത പെട്രോൾ വില ചർച്ച ചെയ്യരുത്, ഗ്യാസിൻ്റെ വില കൂടി ചർച്ച ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആകരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭരണപക്ഷത്തിരിക്കുന്നവർ. പക്ഷേ പ്രതിപക്ഷം പോലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ളത് എന്നെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. സാർ, ഇപ്പോൾ ഇവിടെ സർക്കാരിനെതിരെ ഒരുപാട് ഇഷ്യൂകൾ ഉന്നയിക്കാനുണ്ട്. അതൊന്നും ഉന്നയിക്കാതെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്? അല്ല, ഇപ്പം സർക്കാരിനെതിരെ ഇപ്പം നിലമ്പൂർ തന്നെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണ്? വന്യജീവി ആക്രമണമാണ്. ഈ അടുത്ത കാലഘട്ടത്തിൽ തന്നെ 49ഓളം പേർ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്നു, അല്ലെങ്കിൽ പന്നിക്കണി വെച്ച് പിടിക്കാൻ നോക്കുമ്പോൾ അനധികൃതമായിട്ടുള്ള പന്നിക്കണി വെച്ച് ഇലക്ട്രിക് ലൈനിൽ നിന്ന് നേരെ വൈദ്യുതി എടുത്തുകൊണ്ട് പന്നിയെ പിടിക്കുന്നു, അത്തരത്തിലും ആളുകൾ കൊല്ലപ്പെടുന്നു. ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ, ഏറ്റവും കാതലായ വിഷയങ്ങൾ അവിടുത്തെ 5 പഞ്ചായത്തുകളിൽ 7 പഞ്ചായത്തിനെ ബാധിക്കുന്ന, അതിൽ തന്നെ 5 പഞ്ചായത്തുകൾ അതിരൂക്ഷമായി ബാധിക്കുന്ന, അവിടെ നിന്ന് ആളുകൾ കുടിയൊഴിഞ്ഞു പോകുന്ന ഒരു കാര്യത്തെ ആകെ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത് PV അൻവർ മാത്രമാണ്. ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികൾ എന്തുകൊണ്ട് അത് അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിലൊരു പ്രാക്ടിക്കലായിട്ടുള്ള പ്രശ്നം കൂടിയുണ്ട്. ആ പ്രശ്നം ഇതിനു മുമ്പ് ഒരിക്കലും അവർ ഇത്തരം സമരങ്ങളുമായി മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. അപ്പോൾ അങ്ങനെ സമരങ്ങളുമായി മുന്നോട്ട് വരാതിരിക്കുകയും പകരം താൽക്കാലികമായിട്ടുള്ള ചില വർഗീയമായിട്ടുള്ള ചേരിതിരിവുകളിലൂടെ എങ്ങനെ ജയിക്കാം എന്ന് വിചാരിക്കുകയും ചെയ്യുകയാണ് UDF എന്നുള്ളത് നിങ്ങൾ മറന്നുകൂടാ. അവിടെ ഭരണവിരുദ്ധ വികാരമുണ്ട്, അതുകൊണ്ട് ആ ഭരണവിരുദ്ധ വികാരത്തിന് വോട്ടുകൾ കിട്ടി ഞങ്ങൾ എളുപ്പത്തിൽ ജയിച്ചേക്കുമെന്ന് വിചാരിച്ചിരുന്നതാണ് UDF. പക്ഷെ ആ സമയത്താണ് PV അൻവർ അവിടെ വന്ന് മത്സരിക്കുന്നത്. അപ്പോൾ PV അൻവർ മത്സരിക്കുമ്പോൾ ഇനി തങ്ങളുടെ വോട്ടുകൾ കിട്ടാൻ അവിടെ ജയിക്കാനുള്ള ജയിക്കുമോ എന്നുള്ള ഭയം പോലും UDFന് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് മേടിച്ചത്. അല്ലെങ്കിൽ 2000-3000 വരുന്ന അവരുടെ വോട്ടുകൾ മേടിക്കേണ്ട ഒരു ആവശ്യം ഇല്ല. അതേപോലെ തന്നെ ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഒരു വർഗീയ പ്രചരണത്തിന് പോകേണ്ടത് എന്തുകൊണ്ടാണ് എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്. ഇത്രമാത്രം വിഷയദാരിദ്ര്യമുള്ള ഒരു UDFനെ ഈ അടുത്ത കാലത്തുള്ള തെരഞ്ഞെടുപ്പുകളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കുറച്ചുകൂടി സെൻസിബിളായി, കുറച്ചുകൂടി ഗൗരവത്തിൽ ഈ വിഷയങ്ങളൊക്കെ തന്നെ
മറ്റ് പല പാർട്ടികളും ഒക്കെ ഉയർത്തുന്നുണ്ട്. പക്ഷെ അതുപോലും UDF ഉയർത്താൻ പറ്റുന്നില്ല. ഇനി ഷിബിലിക്ക് മറ്റൊരു കാര്യം അറിയോ? കഴിഞ്ഞ തവണ VD സതീശൻ താങ്കളുടെ കുന്തമുന നീട്ടിയത് ആർക്ക് നേരെയാണെന്നറിയോ? KR മീര എന്ന് പറയുന്ന ഒരാൾക്ക് നേരെയാണ്. അവർ വലിയ എഴുത്തുകാരിയാണ്, സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയിട്ടുള്ള, BJPക്കെതിരെ തന്നെ അല്ലെങ്കിൽ സംഘപരിവാർ അജണ്ടകൾക്കെതിരെ തന്നെ വലിയ നോവലുകൾ എഴുതിയിട്ടുള്ള, ഞാനതൊന്നും ഇപ്പോൾ വിസ്തരിക്കുന്നില്ല, അത്തരത്തിലുള്ള ആളുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ വന്ന് M സ്വരാജിന്, ഞാനിവിടെ നിലമ്പൂരിൽ വോട്ടുണ്ടായിരുന്നെങ്കിൽ M സ്വരാജിന് ചെയ്യുമായിരുന്നു എന്നവർ പറഞ്ഞുപോയി. അതായത് അമാന്യമായ ഒരു ഭാഷ പോലും ഉപയോഗിക്കാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് M സ്വരാജ് എന്നവർ പറഞ്ഞു. തീർച്ചയായിട്ടും അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അതിൽ ഞാൻ തെറ്റൊന്നും കാണുന്നില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം, അതിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യവും VD സതീശന് ഉണ്ട്. ആ VD സതീശൻ വിമർശിച്ചതും വലിയ ഫലപ്രദമായിട്ടുള്ള ഒരു വാചകമാണ്. ആ വാചകം കൂടി നിങ്ങളിവിടെ കേൾക്കേണ്ടതാണ്. VD സതീശൻ വിമർശിച്ചത് KR മീരയെ പോലെയുള്ള ഈ പറഞ്ഞ പോലെ സാഹിത്യ ലോകത്ത് വലിയ സ്ഥാനമുള്ള ആളുകൾ, അവരൊക്കെ തന്നെ കേരള ഗവൺമെന്റിന്റെയും ഭരിക്കുന്ന അതാത് ഗവൺമെന്റുകളുടെയും ഒക്കെ അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുന്നവരാണ്. അവർ സാധാരണ ജനത്തിന്റെ പ്രശ്നങ്ങൾ കാണാത്തവരാണെന്നാണ്. ഇങ്ങനെ അദ്ദേഹം വിമർശിക്കുന്നതിൽ തെറ്റില്ല കേട്ടോ, ഞാൻ ഒരു എതിരഭിപ്രായം പറയുന്നില്ല. പക്ഷെ KR മീരയെ കുറിച്ച് പറയുമ്പോൾ KR മീരയ്ക്ക് ഇനിയിപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡോ കേരള സാഹിത്യ അക്കാദമി അവാർഡോ ഒന്നും കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ അവർക്ക് വ്യക്തിപരമായ അത്തരം നിലപാടുകൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ VD സതീശൻ പറഞ്ഞ വാചകത്തിൽ ഒരു പ്രധാനപ്പെട്ട വാചകമുണ്ട്. അതെന്താണെന്നറിയാമോ? സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ ഒരു പ്രശ്നമായി തോന്നാതെ ഭരണകൂടത്തിനൊപ്പം നിൽക്കുന്നവരാണ് നിരവധി സാഹിത്യകാരന്മാർ. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. KR മീരയെ സംബന്ധിച്ച് ശരിയാണോ എന്നുള്ള കാര്യം ഡിബേറ്റബിൾ ആണ്, അതവിടെ നിൽക്കട്ടെ. പക്ഷെ ബാക്കിയുള്ള ഒരുപാട് പേരെ സംബന്ധിച്ച് അത് ശരിയാണ്. പക്ഷെ ഇത് ശരിയാകുമ്പോൾ പോലും ഷിബിലിയും ഞാനും ഒക്കെ അടക്കം നിരാശപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കോൺഗ്രസോ VD സതീശനോ, ഒരു വ്യക്തിയിലേക്ക് മാത്രം ഞാൻ തിരിക്കുന്നില്ല, കോൺഗ്രസോ UDF VD സതീശനോ ഒക്കെ പോലും സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ അവിടെ ചർച്ചയാക്കാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കട്ടെ, വേണ്ടേ? അതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം വന്യമൃഗ ആക്രമണമാണ്. രണ്ടാമത്തെ പ്രശ്നം, അവിടെ ഒട്ടും ഡെവലപ്ഡ് അല്ലാത്തൊരു സ്ഥലമാണത്. ആ ഡെവലപ്ഡ് അല്ലാത്ത സ്ഥലത്തിൽ ജനങ്ങൾക്ക് ഇപ്പോഴും സാധാരണ ഒരു ദാരിദ്ര്യരേഖയ്ക്ക് താഴെയിൽ കഴിയുന്ന ഒരു ലോവർ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളുടെ ഒരു വലിയ നിര തന്നെയുള്ളൊരു സ്ഥലമാണ്. അവിടെ എങ്ങനെയാണ് അവർക്ക് തൊഴിലുണ്ടാവുക, എങ്ങനെയാണ് അവരുടെ ജീവിതം കുറെ കൂടി മെച്ചപ്പെടുത്തുക, എങ്ങനെയാണ് അവർക്കൊരു വലിയ തോതിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടാവുക, എങ്ങനെയാണ് അവിടേക്കുള്ള ടൂറിസങ്ങൾ വികസിപ്പിക്കാൻ കഴിയുക, ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഡെവലപ്മെന്റ് പ്ലാനോ പദ്ധതികളോ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? അതില്ല. അതുകൊണ്ട് PD സതീശൻ KR മീരയെയും മറ്റു ചില സാഹിത്യകാരന്മാരെ കുറിച്ചുമൊക്കെ പറഞ്ഞ അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടി സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് പറയുന്ന അതേ വാചകത്തിൽ നിന്ന് എടുത്തുകൊണ്ട് ഞാൻ പറയുന്നു, താൽക്കാലികമായ വോട്ട് ബാങ്കുകൾക്ക് വേണ്ടിയും വോട്ടിന് വേണ്ടിയും ഈ പറയുന്ന വർഗീയമായിട്ടുള്ള പ്രചാരണമാണ് യഥാർത്ഥത്തിൽ നിലമ്പൂരിൽ നടക്കുന്നത്. പകരം സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ ഇവരും കണ്ടില്ലെന്ന് നടിക്കുകയാണ്.